ഗണപതിയേ നമഃ. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടവർ കൃത്യമായിട്ടുള്ള സമയം വെക്കണമെന്ന് പലതവണ പറഞ്ഞിട്ടും പലരും അത് പാലിക്കുന്നില്ല. സമയമൊന്നും ഇല്ലാതെ ഡേറ്റ് വെച്ചിട്ട് മാത്രം വിളിക്കുകയൊക്കെ ചെയ്യുന്നു. അതൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല അത്തരം കാര്യങ്ങളിൽ. അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ഇത് ലൈവ് പ്രോഗ്രാമാണ് എന്നുള്ള വിചാരം ഇതിലേക്ക് പങ്കെടുക്കുന്നവർക്കും വേണം. കാരണം വെറുതെ മറ്റുള്ളവരുടെ സമയം നശിപ്പിക്കേണ്ടതില്ലല്ലോ. ഏതായാലും നമ്മൾ ശനിയെക്കുറിച്ചും മറ്റൊക്കെയാണ് ചാരവശാലുള്ള പരിവർത്തനം 10-15 ദിവസത്തിന് ശേഷം സംഭവിക്കുന്നു. അതിനെക്കുറിച്ച് ആണ് കഴിഞ്ഞ 2-3 അധ്യായങ്ങളിൽ ഞാൻ പറഞ്ഞത്. അപ്പം മറ്റൊരു വിശേഷം എന്ന് പറയേണ്ടത് മൂകാംബിക ക്ഷേത്രത്തിൽ ഉത്സവം ആരംഭിച്ചതിനെക്കുറിച്ചാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെ ചെറിയ കാര്യമല്ലല്ലോ. പിന്നെ എൻ്റെ പ്രേക്ഷകരിൽ മഹാഭൂരിപക്ഷവും അമ്മ ഭക്തന്മാർ തന്നെയാണല്ലോ. മൂകാംബികയിൽ ഒരു തവണയെങ്കിലും പോകാത്തവർ കുറവായിരിക്കുമല്ലോ, ദേവീ ഭക്തർ പ്രത്യേകിച്ചിട്ടും. അപ്പം അങ്ങനെ ദേവി ഭക്തരെ സംബന്ധിച്ചിടത്തോളം കൊടിയേറിയ കാര്യമൊക്കെ വലിയ പ്രാധാന്യമുള്ളതാണ്. മറ്റ് സ്ഥലങ്ങളിലുള്ള ഗുരുവായൂർ ഭക്തന്മാർക്ക് അവിടെ ഉത്സവം ആരംഭിച്ചാൽ ഉള്ള സന്തോഷം പോലെ തന്നെ അത് അയ്യപ്പ ഭക്തന്മാർക്ക് ശബരിമലയിൽ മണ്ഡലകാലം ആരംഭിച്ചാലുള്ള വ്യത്യാസം, ഇതൊക്കെ ഓരോരുത്തരുടെയും ഭക്തി വിഭിന്നമാണല്ലോ. ഒരാൾ ശാക്തേയ രൂപത്തിലാണ് പോകുന്നെങ്കിൽ മറ്റൊരാൾ ശൈവ സമ്പ്രദായത്തിലായിരിക്കും, വേറൊരാൾ വൈഷ്ണവ സമ്പ്രദായത്തിലായിരിക്കും. കേരളത്തിൽ ഇതിന് 3 തന്നെയാണ് പ്രാധാന്യം. പിന്നെ സുബ്രഹ്മണ്യനെ ആരാധിക്കുന്നവരുമുണ്ട്. ഏറ്റവും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതലുള്ള ദേവിക്ക് തന്നെയാണ് ഭക്തന്മാർ. പിന്നെ അയ്യപ്പനും ഗുരുവായൂരപ്പനും. കാരണം ആറ്റുകാല അമ്മയുടെ പൊങ്കാലക്കാണല്ലോ ഏറ്റവും അധികം മാള എടുക്കുന്നത്. അത് അമ്മയുടെ പ്രാധാന്യത്തെ അല്ലേ, അമ്മയുടെ ശക്തിയെ വിളിച്ചോന്നല്ലേ. ഇത് ഭരണി മാസാചരണക്കാലമാണ്. ഇനിയിപ്പോൾ അടുത്ത മീനഭരണി ഏതാനും ദിവസം കഴിഞ്ഞാലായി. മീനഭരണിക്ക് മൂകാംബികമ്മയുടെ ഉത്സവം കഴിഞ്ഞാൽ 2-ാം ദിവസം മുതൽ ദാരികനുമായിട്ട് കൊടുങ്ങല്ലൂരമ്മ യുദ്ധം ചെയ്യുമെന്നാണ്. തിരുവോണം നാൾ മുതലാണ് അതിൻ്റെ ദിവസങ്ങൾ. അപ്പോൾ തിരുവോണത്തിന് മുതലങ്ങോട്ട് രേവതി വരെ യുദ്ധത്തിൻ്റെ ഇതാണ്. രേവതി ഉച്ചയോടുകൂടി യുദ്ധം നിർത്തും, ദാരികനെ ആ സമയം കൊണ്ട് കൊന്നു കഴിയുമെന്നൊക്കെയാണ് ഉത്സവത്തിൻ്റെ വിശ്വാസം. അതിന് ശേഷം അന്ന് സന്ധ്യക്ക് രേവതിക്ക് തൊഴുതു കഴിഞ്ഞാൽ ധനവർദ്ധനവ് പ്രത്യേകിച്ച് ഫലമാണ് കൊടുങ്ങല്ലൂരിൽ. അത് പലർക്കും അറിയാത്തൊരു രഹസ്യമാണ്. കഴിഞ്ഞ രേവതിക്ക് ഞാൻ അവിടെ തൊഴുതിരുന്നു. എന്തൊക്കെ പറഞ്ഞാൽ ഈ നിമിഷം വരെ ധനത്തിന് പഞ്ഞമില്ല. ധനം എങ്ങനെയോ കയ്യിലിങ്ങനെ വരുന്നു. അപ്പോൾ അത് ഏറ്റവും പ്രധാനമാണല്ലോ. അപ്പോൾ രേവതിക്ക് തൊഴുതു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ടാണ് രേവതി സന്ധ്യ സമയത്താണ് തൊഴേണ്ടത്. അശ്വതി കാവ് തീണ്ടൽ ഞാൻ പിന്നെ 11:30 മണിക്ക് നട അടക്കുന്നു തലേ ദിവസം. അതാണ് അത് ധനത്തിന് മാത്രം, ഐശ്വര്യവും ധനവുമാണ് അതിൻ്റെ ആ ദർശനത്തിൻ്റെ ബലമെന്നാണ് ഞാൻ പഠിച്ചത്. അത് പ്രകാരമാണ് കഴിഞ്ഞ കൊല്ലം കാവ് തീണ്ടലിന് അശ്വതി നാളിൽ അമ്മയെ കണ്ടു മടങ്ങി, അത് വേറെ. പക്ഷേ രേവതി നാളിൽ സന്ധ്യക്ക് പോയിട്ട് തൊഴുതു.
അപ്പോൾ ഓരോരോ വിശ്വാസമല്ലേ. അപ്പോൾ നമ്മുടെ മൂകാംബികാമ്മയുടെ മൂലം നക്ഷത്രത്തിന്, അതായത് അടുത്ത ശനിയാഴ്ചയാണ് രഥോത്സവം. മൂലം കഴിഞ്ഞാൽ പിന്നെ പൂരാടം ഉത്രാടം 2 ദിവസം മാത്രം. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. തിരുവോണം മുതൽ കൊടുങ്ങല്ലൂരമ്മയുടെ ഇതായി. കൊടുങ്ങല്ലൂരമ്മയുടെ ഭരണി കഴിഞ്ഞാൽ ദേവിമാരൊക്കെ ഇങ്ങോട്ടേക്ക് വരുമെന്നാണ്. അതായത് പിന്നെ ഈ മലബാറിലേക്ക് സഞ്ചരിക്കുമെന്നാണ് പറയുന്നത്. കാരണം പിന്നെ കാര്യമായ ഉത്സവങ്ങളൊക്കെ നടക്കുന്നത് മലബാറിലാണ്. അതാണ് ഒരു പ്രത്യേകതയുള്ള സംഗതി. അത് എങ്ങനെയാണ് അവരുടെ സഞ്ചാരം എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ നിഗൂഢമായ രഹസ്യങ്ങളല്ലേ. ഏതായാലും ദേവിമാർ മലബാറിലേക്ക് ഇങ്ങോട്ടേക്ക് പോരും, അത് സത്യമാണ്. ഏതായാലും ആ കഥയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിരിക്കാനുള്ള വകയാവും. അതുകൊണ്ട് എന്നെ ചിലപ്പോൾ എന്തോ കല്ലിളകിയിട്ടുണ്ട് എന്ന് പറയാനും സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. കാരണം ദേവിമാരുടെ സഞ്ചാരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ ഒരു കോളുണ്ട്. ഹലോ 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 ആ പറയൂ. ഹലോ ഹലോ ആ പറഞ്ഞോളൂ, ഡേറ്റ് പറയൂ. ഹലോ 2002 ആ എവിടുന്നാണ് വിളിക്കുന്നത്? എവിടുന്നാണ് നിങ്ങൾ? മൊറാഴ. സെപ്റ്റംബർ 2, 1902 സെപ്റ്റംബർ 7. സമയം പറയൂ. ആ അവിടുത്തെ 12:24. ആ വോളി ഒന്ന് കോർക്കൂ. 12:24 ഉച്ചക്ക് അല്ലേ? ഉച്ചക്ക്. ആണാണോ പെണ്ണാണോ അതും പറയൂ. നിങ്ങളുടെ മകനാണോ? മകനാണ്. എന്താണ് മകനെ കുറിച്ച് അറിയേണ്ട വിഷയം? എന്താണ്? ജോലി, പഠിപ്പ്, വിദ്യാഭ്യാസം. ജോലിയും വിദ്യാഭ്യാസം. ഇപ്പം വിദ്യാഭ്യാസം നടന്നുകൊണ്ടിരിക്കുമല്ലേ? നടക്കുന്നുണ്ട്. PG ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടല്ലേ ജോലിക്കുള്ള കാര്യം. അതങ്ങ് ആവുമല്ലോ. ഇവിടെ അതിന് ഏതാണ് അവൻ PG ഏതാണ് ചെയ്യുന്നത്? എന്താണ് ഉദ്ദേശിക്കുന്നത് ഇയാൾ? എൻവയറമെന്റ് കെമിസ്ട്രി. എന്താണ് ഇയാൾ ഉദ്ദേശിക്കുന്നത്? ഏത് മേഖലയിൽ പോകാനാണ്? ഏത് അയാൾക്കൊരു ഐഡിയ. അങ്ങനെയൊന്നുമില്ല. അത് വേണമല്ലോ. അത് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ വ്യക്തമായ എന്താ പറയുക കാഴ്ചപ്പാട്, കൺസെപ്റ്റ് വെച്ചിട്ട് നീങ്ങുന്നവരല്ലേ ഇപ്പോഴത്തെ കുട്ടികൾ. അവർ വെറുതെ തമാശ കളിക്കില്ലല്ലോ. അവർ ഇപ്പോഴത്തെ കോഴ്സുകളുടെ വൈവിധ്യം കൊണ്ട് ഞാൻ പണ്ടേ പറയുന്ന പോലെ ജ്യോതിഷികൾക്കൊന്നും അത് പറയാൻ പറ്റില്ല. കാരണം അത്രമാത്രം കോഴ്സുകളായിപ്പോയില്ലേ. AI പുതിയ കാലഘട്ടമല്ലേ. അപ്പോൾ അന്നേരം അവർ തന്നെ അല്ലേ തീരുമാനിക്കണ്ടേ. അപ്പോൾ ഇയാൾക്ക് പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേക വിധിയുള്ളത്, പിന്നെ സൂര്യനും ചൊവ്വയും യോഗം ചെയ്യുമ്പോൾ പിന്നെ സിവിൽ സർവീസ്, അതേപോലെ പിന്നെ ഇതിന് എന്താണ് പറയുക, IPS, അതൊക്കെ ഏറ്റവും അനുകൂലമാണ്. അങ്ങനെയുള്ള താല്പര്യമുള്ള വല്ല പിന്നെ ശാരീരിക യോഗ്യതയും താല്പര്യമൊക്കെ ഉള്ള ആളാണോ എന്നെനിക്കറിയില്ല. പോകാൻ പറ്റൂല. കണ്ണിന് കുറച്ച് പ്രോബ്ലം. ഓക്കെ. അപ്പോൾ അത് ആ ആഗ്രഹം വിട്ടേക്കാം, അത് ചിന്തിക്കണ്ട. അല്ല, അത് ഈ ജാതകപ്രകാരം ഭയങ്കരം. പിന്നെ ഉള്ളത് സർക്കാർ ജോലി തന്നെയാണ് മറ്റൊരു ചാൻസ് ഉള്ളത്. അപ്പോൾ ആ സർക്കാർ ജോലി പിന്നെ ഇപ്പോൾ ഉള്ള ഏറ്റവും അനുകൂലമായ 27 വയസ്സ് വരെയുള്ള സമയത്തിനുള്ളിൽ തന്നെ ശ്രമിച്ചാൽ നേടിയെടുക്കാൻ സാധിക്കും. അത് PSC എഴുതിയിട്ട് അങ്ങനെ കൈകാര്യം ചെയ്താൽ ഇയാൾ വിചാരിച്ചാൽ നടക്കും. വിചാരിക്കണം. കാരണം ഈ നേരം വരെ ഞാൻ ഏത് റൂട്ടിലാണ് പോകേണ്ടതെന്ന് പോലും ചിന്തിക്കാതെ ആളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്.
അതൊക്കെ കൃത്യമായ തീരുമാനം എടുക്കാൻ പറയണം. തമാശ കളിക്കാൻ പറ്റില്ല. ഇനിയത്തെ കാലം അങ്ങനെയാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ തന്നെ തീരുമാനിക്കട്ടെ. അവൻ വിജയത്തിലേക്ക് വരുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഈ 27 വയസ്സ് വരെയുള്ള സമയം അതിപ്രാധാന്യമുള്ളതാണ്, അത് മറന്നു പോകരുത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ശനിയുടെ ദോഷമുള്ള കാലമാണ്. അതുകൊണ്ട് തന്നെ അതിന് മുമ്പേ ഒരു എത്തേണ്ട സ്ഥലത്ത് എത്തിയിരിക്കണം. അതാണ് ഞാൻ ഉപദേശിക്കുന്നത്. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞത് ഈ ദേവിമാരുടെ പിന്നെ ആ ഉത്സവകാലം അല്ലെങ്കിൽ തന്നെ നാട്ടിൽ എല്ലാ സ്ഥലത്തും തെയ്യ കാവുകൾ ഉണർന്നിരിക്കുന്ന സമയമാണല്ലോ ഉത്സവങ്ങളുടെ കാലഘട്ടം. അതിൽ ചില ഉത്സവങ്ങൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിച്ചു പോരുന്നുണ്ട്. അതിൽ പെട്ട ഉത്സവങ്ങളാണ് ഈ കൊടുങ്ങല്ലൂർ ഭരണിയും ഈ ചെട്ടികുളങ്ങര ഭരണി. കേരളത്തിലുള്ള പിന്നെ മനുഷ്യന്മാർ വലിയ രൂപത്തിൽ ഒത്തുകൂടുന്ന ഉത്സവങ്ങൾ. അതേപോലെ ആറ്റുകാൽ പൊങ്കാല, ഇതൊക്കെ കേരളത്തിലാണെങ്കിൽ മൂകാംബികയിൽ നമ്മുടെ അമ്മയുടെ രഥോത്സവം തന്നെ. അവിടെ കഴിഞ്ഞ 26 വർഷമായിട്ട് മുടങ്ങാതെ ഈ ഉത്സവത്തിന് പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിനുള്ള ഭാഗ്യം എനിക്ക് അമ്മ തന്നു, അല്ലെ അനുഗ്രഹം. അത് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ വിചാരിച്ചു പോരുന്നു. ഈ മൂകാംബികയിലും മറ്റൊക്കെ എനിക്ക് കൊടുങ്ങല്ലൂരൊക്കെ കാണുന്ന പ്രത്യേകത സ്ഥിരം ഭക്തന്മാർ തന്നെ ആയിരിക്കും. ഉത്സവത്തിനൊക്കെ പരസ്പരം കാണുമ്പോൾ മനസ്സിലാവും നമ്മൾക്കൊക്കെ അവരൊക്കെ എല്ലാ വർഷവും വരുന്ന ആളുകളായിരിക്കും. അവർക്ക് അവിടെ എത്താതെ പറ്റില്ല. ഇപ്പം ഭരണിക്ക് പോകുന്ന, ഞാൻ 5-8 കൊല്ലം ഭരണിക്ക് പോയിരുന്നു. ഭരണിക്ക് പോകുന്ന ഒരു ഭക്തന് ഭരണി നാളിലൂടെ, ഭരണിയല്ല അശ്വതിക്ക്, ഭരണി എന്ന് പേര് മാത്രമാണ്. ഭരണിക്ക് നട തുറക്കില്ല, നട അടയ്ക്കുകയാണ് ചെയ്യുക. അശ്വതി കാവുതീണ്ടൽ കഴിഞ്ഞാൽ 12-1 മണിയോടുകൂടി നട അടക്കുകയാണ്. പിന്നെ 7 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ നട തുറക്കുള്ളൂ. പക്ഷേ പുറത്തുനിന്ന് തൊഴുതാലും ഫലം നന്നായിട്ട് കിട്ടുമെന്ന് പറയുന്നു. ഈ ഭരണിന്ന് പേര് മാത്രമാണ്, ഭരണിയല്ല. അശ്വതിക്കാണ് അവിടെ. അശ്വതിക്ക് കർമ്മം കഴിഞ്ഞാൽ നടയടച്ചു. അപ്പോൾ ഇതേപോലെ ഈ കൊടുങ്ങല്ലൂരാവട്ടെ മൂകാംബിക ആവട്ടെ എല്ലാം പരാശക്തിയുടെ വിഭിന്നമായ ഭാവങ്ങൾ. അത് ഒന്ന് ലക്ഷ്മിയാണെങ്കിൽ ഒന്ന് ഭദ്രകാളി. അത് ഭദ്രകാളിയുടെ പൂർണ്ണത കൊടുങ്ങല്ലൂരെങ്കിൽ ലക്ഷ്മിയുടെ പൂർണ്ണത മൂകാംബികയിൽ എന്ന് പറയുന്നു. രണ്ടും 2 തരത്തിലുള്ള ഭക്തന്മാരായിരിക്കും പലപ്പോഴും. കാരണം കൊടുങ്ങല്ലൂർ പോയാൽ ചെമ്മീനും മേടിച്ചിട്ടാണല്ലോ വീട്ടിൽ പോവുക. ചെമ്മീൻ മേടിക്കാതെ ആരും അവിടുന്ന് മടങ്ങുന്നില്ല. അതിനൊക്കെ വലിയ പിന്നെ ഗോത്രവർഗത്തിൻ്റെയും മറ്റൊക്കെ ഒരുപാട് കഥകളുണ്ട്. ലോഡ് കണക്കിന് ചെമ്മീൻ അവിടെ എങ്ങനെ വ്യാപാരം നടക്കുന്നു എന്നുള്ളതൊക്കെ, അതിനൊക്കെ നൂറ്റാണ്ടുകളുടെ പഴക്കമാണ്. ഒരു കോൾ ഉണ്ട്, ശേഷം ഇതിലേക്ക് വരാം. ഹലോ. ആ പറഞ്ഞോളൂ, ഡേറ്റ് പറയൂ. 1998 ഓഗസ്റ്റ് 27 വൈകുന്നേരം 7:08 ജോലി നക്ഷത്രം മകൻ്റെതാണ്. 7-8 രാത്രിയാണോ? വൈകുന്നേരം. ആ 7-8 പറഞ്ഞത്? ആ അതെ അതെ. 27/8/1998 7:08 PM. ഓക്കെ. നക്ഷത്രം ചോതി. ഓഗസ്റ്റ് 27. ആ ശരി. നക്ഷത്രം ചോതി. സമയം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി. സമയം വലിയ കുഴപ്പമൊന്നുമില്ലാത്ത സമയം തന്നെയാണല്ലോ. ഇപ്പം നടക്കുന്നത് വ്യാഴദശയാണ്. വ്യാഴം 2-ലെ വ്യാഴമാണ്. ഇപ്പം ജോലി ചെയ്യുന്നില്ലേ? ഇല്ല, ജോലി ഇല്ല. ജോലി വേഗം കിട്ടുമെന്നല്ല അറിയാൻ വേണ്ടി. അല്ല, ജോലി ഇത്ര കാലമായിട്ട് ജോലി ആയില്ല എന്നാണോ പറയുന്നത്? അല്ല, ജോലി ഉണ്ടായിരുന്നു. ശമ്പളം എല്ലാം കുറവായോണ്ട് വിട്ടുകഴിഞ്ഞു. അതാണ് ഞാൻ ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. കാരണം ജോലി 100% ജോലി ആവേണ്ട സമയം ആയല്ലോ. അപ്പോൾ അത് അയാൾക്ക്
തൃപ്തികരമല്ലാത്ത ശമ്പളമായതുകൊണ്ട് അയാൾ അത് ഉപേക്ഷിച്ചു അല്ലേ? ആ ആ അതുകൊണ്ട് വിട്ടുകളഞ്ഞു. അതെവിടെയായിരുന്നു? എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അത് ബാംഗ്ലൂരായിരുന്നു. എനിക്ക് തോന്നി ബാംഗ്ലൂർ തന്നെയാണല്ലോ. ആ ബിടെക് കഴിഞ്ഞതായിരുന്നു. ശരി. ഇനി ഇപ്പോൾ ഉള്ള ഇത് രാഹുവിൻ്റെ അപഹാരമാണ്, അതുകൊണ്ട് തന്നെ കുറച്ചൊരു തടസ്സമുണ്ട്. അത് എങ്കിൽ കൂടിയും ഈ വ്യാഴദശ തീരുന്നതിന് മുമ്പേ ഇപ്പം രാഹുവിൻ്റെ അപഹാരമാണ് അതുകൊണ്ട് അതിനു വേണ്ട കർമ്മങ്ങൾ ചെയ്തിട്ട് ഇപ്പോൾ തന്നെ ജോലിയിൽ കയറിയില്ലെങ്കിൽ ഇനി നീച ശനിയുടെ അപഹാരദശ തുടങ്ങുമ്പോൾ പിന്നെ വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ ദോഷമുണ്ട്, രാഹുവിൻ്റെ ദോഷത്തിനൊക്കെ പരിഹാരം ചെയ്യണം. അതാണ് ഈ നല്ല ജോലി കിട്ടാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ പറയുന്നത്. അത് അയാൾക്ക് വിശ്വാസം എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. വിശ്വാസമുള്ളവനാണെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്താൽ മാറ്റമുണ്ടാവും. കാരണം ഒന്ന് വ്യാഴദശ തീരുന്നതിലിടക്ക് ജോലിയിൽ പ്രവേശിക്കണം. അത് എനിക്ക് തോന്നുന്നു ഇയാളൊന്ന് പുറത്തേക്ക് പോയാലും നന്നാവും. കടലിൽ കടന്നു പോകുന്നതും നല്ലതാണ്. ബാംഗ്ലൂർ രണ്ടാമതും പോയിട്ട് ഭാഗ്യം പരീക്ഷിക്കുന്നതിനേക്കാളും നല്ലത് വിദേശത്തേക്ക് പോകുന്നതായിരിക്കും. പക്ഷെ അതിന് തടസ്സങ്ങളുണ്ട്, രാഹുവിൻ്റെ അപഹാരമാണ്. അതുകൊണ്ട് അതിനും 1.5 വർഷത്തോളം ഉണ്ട്. 26 7-ാം മാസം വരെ ഉണ്ട്. അത് കഴിഞ്ഞാലാണ് ഏറ്റവും മോശം. അതുകൊണ്ട് ശനിയുടെ തുടക്കമാണ്, അതിൻ്റെ സ്വാപഹാരം വളരെ മോശമായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് പിന്നെയും നല്ലത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ എൻ്റെ വർത്തമാനം നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇപ്പം മഹാദശ നടക്കുകയാണ്, പക്ഷേ രാഹുവിൻ്റെ അപഹാരം അതിലുണ്ട്. ആ അപഹാരത്തിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്താൽ ഇയാൾ രക്ഷപ്പെടുമെന്നാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾ ആലോചിച്ചിട്ട് എന്നെ വിളിക്കൂ, ബന്ധപ്പെടൂ. അത് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ശരി. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ദേവിയുടെ ഈ ഉത്സവം വെള്ളിയാഴ്ച കൊടിയേറി കഴിഞ്ഞു. സിംഹമാണ് ദേവിയുടെ കൊടിയിലുണ്ടാവുക. ഓരോ ദേവൻ്റെയും വാഹനം പ്രധാനമാണ്. അതുകൊണ്ടാണ് പലർക്കും കടുവയാണ് അല്ലെ പുലിയാണ് എന്നൊക്കെ അയ്യപ്പൻ്റെ പറയുമെങ്കിലും ശാസ്താവിൻ്റെ വാഹനം ഈ പുലിപ്പുറത്ത് പാല് കൊണ്ടുവരുന്നു എന്നുള്ള കഥയുണ്ടെങ്കിലും ശാസ്താവിൻ്റെ വാഹനം കുതിരയാണ്. അത് നിങ്ങൾക്ക് കുതിരപ്പുറത്തിരിക്കുന്ന അയ്യപ്പനെ കാണണമെങ്കിൽ നിങ്ങൾ തൃക്കൈക്കുന്ന് ശിവക്ഷേത്രത്തിൽ കൂത്തുറമ്പിനടുത്താണ്, അവിടെ പോയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. കുതിരപ്പുറത്തിങ്ങനെ ആരൂഢനായ ശാസ്താവ്. മൂകാംബികാമ്മയുടെ കാര്യത്തിൽ അത് ദേവിയുടെ കാര്യത്തിൽ സിംഹം തന്നെ. സിംഹത്തിൻ്റെ പുറത്തിരുന്നിട്ടാണ് സഞ്ചാരം. പിന്നെ ആളാരാന്നുള്ള അതിൽ തന്നെ ആയി പൂർണ്ണമായി. സിംഹത്തിൻ്റെ പുറത്തൊക്കെ സഞ്ചരിക്കണമെങ്കിലേ. അപ്പം അങ്ങനെ ഓരോ ദേവനും മഹാവിഷ്ണുവിൻ്റെ ഗരുഡനാണ് ഓരോ ദേവനും. അതൊക്കെ ആര് കൽപ്പിച്ചു, ആര് തീരുമാനിച്ചു, അല്ലെ ഇവരിതെന്ത് ഇങ്ങനെ തിരഞ്ഞെടുത്തു. അപ്പം ഗണപതിക്ക് ചുണ്ടലിയല്ലേ, അതിനൊക്കെ ഓരോരോ ഇതുണ്ട്, ആന്തരിക അർത്ഥങ്ങളുണ്ട്. അതൊന്നും വിശദീകരിക്കാനുള്ള പരിപാടിയല്ലല്ലോ ഇതൊക്കെ. സുബ്രഹ്മണ്യൻ്റെ ഭയങ്കര സ്റ്റൈലസ് സാധനമാണ് മയിൽ. അതുകൊണ്ടാണ് ഈ മയിൽ വീട്ടിൽ വരുന്നതൊക്കെ ഐശ്വര്യപ്രദമാണെന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് മയിൽ ഭവനത്തിൽ വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചിട്ടും മയിൽ പക്ഷിയായവർക്കത് ഭയങ്കര ഗുണം ചെയ്യുന്നതായിട്ട് കാണുന്നു. അവിട്ടം മുതൽ 5 നക്ഷത്രക്കാർക്കാണ് ഈ മയിൽ. അവിട്ടം, ചതയം, പൂരട്ടാതി, ഉത്രട്ടാതി, രേവതി അവർക്കാണ്. അതുകൊണ്ടാണ് ഈ മയിൽ പക്ഷിയായവർക്ക് ഗ്ലാമറും വളരെ നന്നായിട്ട് ഉണ്ടാകുമെന്നാണ്. ആ ചതയങ്കാരികളെയൊക്കെ നോക്കിയാൽ മനസ്സിലാവും. ഉത്രട്ടാതി, രേവതി, അതിലൊന്നും ഭയങ്കര ഗ്ലാമറുള്ള സ്ത്രീയും പുരുഷന്മാരും ആയിരിക്കും അവരൊക്കെ, മഹാഭൂരിപക്ഷവും. അപൂർവം ചിലരൊക്കെ, എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവില്ലല്ലോ. പിന്നെ സൃഷ്ടികർത്താവിൻ്റെ ഗുണം പോലെയും ഉണ്ടാവുമല്ലോ. സൃഷ്ടികർത്താവ് തീരെ ഉയരം കുറഞ്ഞ ഒരാളാണെങ്കിൽ പിന്നെ കുട്ടി ഉയരം പ്രതീക്ഷിക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ.
അതല്ല എങ്കിലും ഒരു ആകർഷണം, ഏതെങ്കിലും വിധത്തിലൊരു ആകർഷണം അവർക്കുണ്ടാവുമെന്നാണ്. അത് ഞാനങ്ങനെ ഇതൊക്കെ വാച്ച് ചെയ്തിട്ട് തന്നെ ജഗതി ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ഓരോ കഥാപാത്രത്തെയും അവതരിപ്പിക്കുന്നത് ഇത്ര തന്മയത്വത്തോടെ എന്ന് പറയുമ്പോൾ ജഗതി പറയുന്നുണ്ട്, ഒരു കള്ളുകുടിയനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വണ്ടി നിർത്തി കുറേ നേരം കള്ളുകുടിയനെ വാച്ച് ചെയ്യും. അവൻ്റെ മാനറിസങ്ങൾ, അവൻ്റെ ഭാഷയിലുള്ള പിന്നെ നാവ് കുഴഞ്ഞുകൊണ്ടുള്ള അവൻ്റെ വർത്തമാനങ്ങൾ, അവൻ്റെ നടത്തം, അവൻ പെട്ടെന്ന് ചൂടായിട്ട് അവനേക്കാളും കരുത്തനുമായിട്ട് ഏറ്റുമുട്ടാനുള്ള അവൻ്റെ ധൈര്യം, ഈ കള്ളുവിൻ്റെ പുറത്ത് മാത്രം ഉണ്ടാവുന്നൊരു ധൈര്യം ഉണ്ടല്ലോ, ഒന്നും നോക്കാനില്ലല്ലോ. പിന്നെ അത്തരത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ. അങ്ങനെ അതൊക്കെ ഞാൻ വാച്ച് ചെയ്യും. അപ്പോൾ കള്ളുകൂടിയനെ അവതരിപ്പിക്കുമ്പോൾ ഇതൊക്കെ ഞാൻ ക്യാമറയുടെ മുമ്പിലേക്ക് കൊണ്ടുവരും എന്നാണ് ജഗതി അതിന് മറുപടി പറയുന്നുണ്ട്. അത് സത്യമാണ്, ജഗതി അങ്ങനെ വാച്ച് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും ഒരു തവണ മൂകാംബികയിൽ വെച്ച് ജഗതിയെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ദൂരെ നിന്ന് ശ്രദ്ധിച്ചപ്പോൾ ഇയാൾ മറ്റുള്ള ഭക്തന്മാരെയാണ് വാച്ച് ചെയ്യുന്നത്. ഭക്തന്മാരെങ്ങനെയൊക്കെയാണ് അവിടെ പ്രതികരിക്കുന്നത്. ഞാൻ മാറിയെന്ന് ഇയാളെ വാച്ച് ചെയ്തു. അപ്പോൾ ഇയാൾ ഓരോരുത്തരെയും ഇങ്ങനെ വളരെ ശ്രദ്ധാപൂർവം നോക്കുകയാണ്, ഓരോരുത്തരുടെ ചലനങ്ങളും ക്ഷേത്രത്തിന് മുമ്പിലെത്തുമ്പോൾ ഉള്ള ഭാവഹാവാദികളും ഒക്കെ ഇയാൾ വളരെ ശ്രദ്ധാപൂർവം പകർത്തുകയാണ് അയാളുടെ ഹൃദയത്തിലേക്ക്. അത് അയാൾ പിന്നെ ഒരു സമയം ഭക്തനായിട്ട് കളിക്കുന്ന സമയത്ത് അയാളത് പുറത്തെടുക്കുമായി. അതാണ് അതിൻ്റെ കാര്യം. അങ്ങനെയാണല്ലോ ഈ കുമ്പിടിയൊക്കെ ഏറ്റവും സുപ്രസിദ്ധമായ കുമ്പിടിനൊക്കെ അവതരിപ്പിച്ചത്. പിന്നെ പിള്ളാച്ചൻ, നമ്മുടെ എന്താ പറയുക, മീശമാധവനിലെ പിള്ളാച്ചൻ, അതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് മലയാളികൾക്കൊരു വല്ലാത്ത സങ്കടമല്ലേ. അയാൾ ഇന്നത്തെ അവസ്ഥയിൽ അത് ഇങ്ങനെ ചിരിപ്പിച്ച ഒരാൾ ഇങ്ങനെ ഒരു ദുരന്തമായി പോയല്ലോ എന്നുള്ള. മരിച്ചുപോയാൽ കുഴപ്പമില്ലായിരുന്നു, ഇതാണ് കുഴപ്പം. മരണം സാധാരണയല്ലേ, പക്ഷെ ഇങ്ങനെയുള്ള അവസ്ഥ അയാൾക്ക് വരാൻ പാടില്ലായിരുന്നു. അതല്ലേ, കലാഭവൻ മണി മരിച്ചുപോയി, അതിപ്പോൾ ഒന്നും ചെയ്യാൻ, അയാളും വലിയ ചിരിപ്പിച്ച ആളാണ്, പക്ഷെ മരിച്ചുപോയി, അതിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അത് ആർക്കായാലും അങ്ങനെയല്ലേ. പക്ഷേ ജഗതിക്കിൻ്റെ ദയനീയ അവസ്ഥയല്ലേ. ഒരു കോൾ ഉണ്ട്. ഹലോ 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 എവിടെ നിന്നാണ് വിളിക്കുന്നത്? കൂത്തുപറമ്പ്. പറയൂ, ഡേറ്റ് പറയൂ. 1/5/1998. 1998. സമയം 11:35 PM. ആരുടേതാണെന്ന് പറയൂ. എൻ്റെ തന്നെയാണ്. പുണർതം നക്ഷത്രം. അതെ. എന്താണ് അറിയേണ്ട വിഷയം, പറയൂ. ഇപ്പോഴത്തെ സമയം എങ്ങനെയാ നല്ലതാ? ഇപ്പോഴത്തെ സമയം ബുധൻ ദശ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ബുധൻ്റെ ദശ ആരംഭിച്ചത് കൊണ്ട് തന്നെ ശനിയുടെ ദോഷം ഏറ്റവും ഉദ്ദേശിച്ച രൂപത്തിലൊന്നും നേരെയാവാത്ത 24-ൽ ആ ശനി, വൃത്തികെട്ട ശനി കഴിഞ്ഞു. ഒന്നും ശരിയാവാത്ത. ഇനി ഇപ്പോൾ 24 3-ാം മാസം മുതൽ ബുധൻ്റെ ദശയാണ്. ഈ ബുധദശയിൽ എങ്ങനെയായാലും രക്ഷപ്പെട്ട് വരും. നല്ലൊരു ജോലിയും നല്ലൊരു കാര്യങ്ങളൊക്കെ നടന്നുകൊള്ളും. വിവാഹം കഴിഞ്ഞോ? കഴിഞ്ഞു. അത് നമുക്കറിയുന്ന ആളെയാണോ കഴിച്ചത്? അതെ, പരിചയം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അല്ലെങ്കിൽ ആ സമയത്ത് അതും നടക്കില്ല. അത് ഏതായാലും അത് ഗുണമായി. ഇപ്പം സന്താനങ്ങളായോ? ഇല്ല. അത് കുറച്ച് ദോഷമുണ്ട്. 9-ാം ഭാവത്തിൽ സർപ്പവും മറ്റൊക്കെയാണ്. അത് എത്ര വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്? 1.5. അപ്പോൾ ഇനി 1 വർഷം കഴിഞ്ഞാൽ പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കാമെന്നാണ്. ഭർത്താവിൻ്റെ ജാതകമൊക്കെ ആയിട്ട് വന്നാൽ നമുക്കതിനെക്കുറിച്ചൊക്കെ പറയാം. അത് കുറച്ച് ദോഷമുണ്ട്, അല്ലെങ്കിൽ അത് ഇനി അങ്ങോട്ട് താമസിക്കേണ്ട ആവശ്യമില്ല. ഭർത്താവ് നാട്ടിലില്ല, പുറത്താണ്. അത് പുറത്ത്. അത് ശരി. അങ്ങനെയാണെങ്കിൽ അയാളോട് ചോദിക്കൂ, എന്നിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ പറയാം. അതിന് വ്രതാനുഷ്ഠാനങ്ങളൊക്കെ അയാളില്ലെങ്കിലും നമുക്ക് സ്വന്തം നിലയിൽ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അത് അയാളുമായിട്ട് സംസാരിച്ചിട്ട് പിന്നെ ഒരു പ്രാവശ്യം വന്ന് കാണും.
എന്നിട്ട് ആ ആ പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ നന്നാവും. പിന്നെ സ്വന്തം നിലയിൽ ഇപ്പം എന്തെങ്കിലും ജോലിക്ക് ശ്രമിക്കുന്നുണ്ടോ? B.Ed എല്ലാം കഴിഞ്ഞതാ, എക്സാമെല്ലാം എഴുതുന്നുണ്ട്. അപ്പോൾ കിട്ടിയിട്ടൊന്നുമില്ല. ഇനി ഈ ബുധൻ്റെ ദശയിൽ എങ്ങനെ ആ കാര്യത്തിൽ രക്ഷപ്പെട്ട് വരാൻ സാധിക്കുമെന്നാണ് കാണുന്നത്. ജോലി പിന്നെ ആരോഗ്യപരമായിട്ട് ആരോഗ്യപരമായിട്ട് ശനിയിൽ വന്ന ക്ഷീണം മാത്രമേ ഉള്ളൂ. ഇനി അതൊക്കെ അങ്ങോട്ട് മാറും. അതെയാ? വേണ്ടത്ര തൂക്കമില്ലാത്ത പ്രശ്നമൊക്കെ ഉണ്ടാവും. അതുണ്ട്. അതൊക്കെ ഇനി തൂക്കല്ല ഇങ്ങ് വന്നോളൂല്ലേ, ഗ്ലാമറൊക്കെ ഇങ്ങ് വരില്ലേ. ഞാൻ പറയുന്നല്ലേ, പറഞ്ഞാൽ കണക്കാ, നാവുകൊണ്ട് പറഞ്ഞാൽ റെഡിയാ. ഇപ്പം കൊറേ ഇങ്ങനെ എന്തെല്ലോ ബുദ്ധിമുട്ടുകൾ. അതെ, അതൊക്കെ ഒരു 1-2 വർഷം കഴിഞ്ഞാൽ എന്നെ ഓർക്കും കുട്ടി. അതൊരു സംശയം വിചാരിക്കണ്ട. അതൊക്കെ അന്തരീക്ഷം മാറി വരും. ബുധനിൽ ശുക്രാപഹാരം മുതൽ പിന്നെ നിന്റെ ലോകമായി, നിന്റെ കാലമായി. പക്ഷെ ഈ സന്താന വിഷയത്തിലുള്ള ദോഷം വളരെ കടുപ്പമാണ്. അത് തമാശയാക്കരുത്, അത് ഗൗരവത്തിലെടുക്കണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആവും. അത് പരിഹരിച്ചാൽ മാറൂലേ? പരിഹരിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ. പരിഹരിക്കണം, അത് കോൺക്രീറ്റ് ആയിട്ട് പറയുന്നതാണ്. അത് പരിഹരിക്കാതെ മുമ്പോട്ട് പോകാനാവില്ല. അതിനൊക്കെയുള്ള പല മന്ത്രങ്ങളും ഇല്ലേ. എങ്ങനെ? അല്ല, അമ്പലത്തിലെല്ലാം പോയി. അതെ, അതെന്ത് എങ്ങനെയെന്നുള്ളത് പരിഹാരങ്ങൾ അതിനൊരു ചിട്ടവട്ടങ്ങളും അതിനൊരു രീതികളൊക്കെ ഉണ്ട്. അത് ഓരോ ഇതിനും ഓരോ രോഗത്തിനും ഡോക്ടർമാർക്ക് വ്യത്യസ്തമായ മരുന്നുകൾ കൊടുക്കുന്നത് പോലെ ഞങ്ങൾ ദൈവിക പരിഹാരം ചെയ്യുന്നൊരു വ്യക്തി എന്നുള്ള രൂപത്തിൽ എനിക്ക് എൻ്റേതായൊരു രീതിയുണ്ട്. എവിടെയെങ്കിലും ഓടി ചെന്നിട്ടൊന്നും ഇതിന് പരിഹാരമാവില്ല. അതെന്ത് എങ്ങനെയെന്നുള്ളത് എൻ്റെ ദൈവിക കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ എന്നെ കാണാൻ വരിക, അത്രമാത്രം. അതല്ലാതെ ബലമൊന്നും അറിയാൻ ഇനി ബലം പറയാനൊന്നും ഞാനിവിടെ ഒളിച്ചു വച്ചിട്ടില്ല. വളരെ കൃത്യമായ ഫലം തന്നെയാണ് ഞാൻ പറഞ്ഞത്. ശരീരം പുഷ്ടിപ്പെടുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ ഇപ്പം ഞാൻ കുട്ടിയെ കാണുന്നില്ലല്ലോ, ഞാൻ ഇവിടുത്തെ ഫലം വെച്ചിട്ട് ഞാൻ പറയുന്നു. പിന്നെ ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ജാതകപ്രകാരം ഈ ബുധദശയിൽ, അതും ഞാൻ പറഞ്ഞു. സന്താന വിഷയത്തിൽ ഇങ്ങനെ ഒരു ബ്ലോക്ക് ഉണ്ട്. പിന്നെ പരിചയമുള്ള ആളെ കല്യാണം കഴിക്കാനുള്ള വിധിയുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ ആ കല്യാണം അന്ന് കുഴപ്പമാവുമായിരുന്നു. അതങ്ങനെ നിങ്ങൾ തമ്മിലൊരു അറ്റാച്ച്മെൻറ്റ്, മാനസിക അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരുത്തനെ കല്യാണം കഴിച്ചത് കൊണ്ടാണ് അത് ദൈവം സഹായിച്ചിട്ട് ഒരു കുഴപ്പവുമില്ലാതെ ഈ ശനിദശയിൽ ഇങ്ങനെ, അത് ശനി കഴിഞ്ഞു എങ്കിലും അത് അങ്ങനെ ആയത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ വിവാഹം വല്ലാതെ വൈകി അതൊക്കെ വലിയ പ്രശ്നമാവുമായിരുന്നു. അത് വിവാഹം തന്നെ ഒരു ഗുണമില്ലാതെയായി പോവുമായിരുന്നു. അങ്ങനെ ഈ പരിചയമുള്ളവനെ കഴിച്ചത് നന്നായി. അപ്പോൾ അതും ജാതകത്തിലെ വിധിയാണ്. ഇത്രയും വിധികൾ പറഞ്ഞ് ഞാൻ ഈ സന്താന വിഷയത്തിൽ ദോഷമുണ്ടെന്ന് പറയുമ്പോൾ അത് മാത്രം ഞാൻ കണക്കിലെടുക്കാതിരുന്നാൽ മോശമല്ലേ, വിഡ്ഢിത്തരല്ലേ? ഇത്രയും കാര്യങ്ങൾ ഞാൻ എങ്ങനെ പറയുന്നു? അപ്പോൾ അത് കൊണ്ട് കുട്ടി എൻ്റെ വർത്തമാനങ്ങൾ കണക്കിലെടുക്കണം. ഞാൻ ദേവിയുടെ, നിൻ്റെ വീട്ടിൻ്റെ അടുത്താണല്ലോ നീലക്കരിങ്കാളി ക്ഷേത്രം, അതിൻ്റെ ഊരാളനാണ് ഞാൻ. അങ്ങനെ എനിക്ക് ദേവി എന്ന് പറഞ്ഞാൽ എൻ്റെ രക്തത്തിലുള്ളതാണ്. അത് മറ്റുള്ളവരെ പോലെ എൻ്റെ ദൈവിക വചനങ്ങളെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെയോ അങ്ങനെ കാണാൻ പാടില്ല. അത് ഗൗരവത്തിൽ കണക്കിലെടുക്കണം. അപ്പോൾ അതുകൊണ്ട് ആലോചിച്ചിട്ട് എന്നെ വിളിക്കൂ. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ദേവിയുടെ കാര്യങ്ങൾ പറയാൻ ഒരു നിയോഗം പോലെ ഞാനിപ്പം പെൺകുട്ടിയോട് പറഞ്ഞതുപോലെ കൂത്തുറമ്പിലാണ് എൻ്റെ തറവാട്ട് ക്ഷേത്രം, കുടുംബക്ഷേത്രം. അപ്പോൾ അതിൻ്റെ ഭരണകാര്യങ്ങളൊന്നും ഞാനുമായിട്ട് ബന്ധമില്ല. എനിക്ക് ദൈവികമായ അവകാശം മാത്രം. അത് പുല്ല് തെച്ചാൽ പോകുന്നതല്ലല്ലോ. അത് ദൈവികമായി കിട്ടുന്നതല്ലേ. ഇപ്പം ഒരു പ്രശ്നക്കടവിലെ ഒരു മുത്തപ്പൻ്റെ ആ കുടുംബത്തിൽ ജനിക്കുന്ന ഒരാൾക്ക് അയാൾ അതുമായിട്ട് ബന്ധപ്പെട്ടാലും ഇല്ലെങ്കിലും അയാൾക്ക് ആ മുത്തപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവും, അല്ലെ മുത്തപ്പനുമായിട്ട് അയാൾക്കൊരു ബന്ധമുണ്ട്. അതേതൊരു ഇതും അങ്ങനെയല്ലേ. ഇപ്പം പന്തളം കൊട്ടാരത്തിലെ ആളുകൾക്ക് ഇരുമുടിക്കെട്ടില്ലാതെ 18-ാം പടി കയറാൻ അവർക്ക് മാത്രം എന്താണ് അവകാശം?
അതും പിന്നെ ഇങ്ങനെ കൈപിടിച്ച് കൊണ്ടുപോകണമല്ലോ മേൽശാന്തിയൊക്കെ ഈ പന്തളംകൊട്ടത്തിൽ രാജാവ് വരുമ്പോൾ. കാരണം അത് ദൈവികമായ അവകാശമാണ്, അത് മറ്റുള്ള കാര്യം പോലെയല്ല. അപ്പോൾ അതേപോലെ എനിക്ക് കൈതേരി നീലക്കരിങ്കാളി ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു അവകാശമുണ്ട്. അത് ദൈവികമായിട്ട് മാത്രമാണ്. അതാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. അവിടെ ഉത്സവം തുടങ്ങാനായി 20-ാം തീയതിയാണ് പൂമൂടൽ അവിടെ നടക്കുക. ഏറ്റവും പ്രധാനമായിട്ട് പൂമൂടലാണ് ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രധാന ചടങ്ങ്. പിന്നെ ഗുരുതി, അങ്ങനെ പലതും. ഏതായാലും പിന്നെ ഉത്സവങ്ങൾ ദേവിയുടെ ക്ഷേത്രങ്ങളിലൊക്കെ എല്ലാം പിന്നെ കുലവരദേവതയെ കാണാതെ മൂകാംബികയിൽ പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് കുലവരതയെ കണ്ടിട്ട് വേണം മൂകാംബികയിൽ പോകാൻ. അത് ഏതൊരു വ്യക്തിക്കും അയാളുടെ കുലപരദേവത തന്നെയാണ് ഒന്നാം സ്ഥാനം. രണ്ടാം സ്ഥാനം മാത്രമേ ഇഷ്ടദേവത വരുന്നുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ സത്യം. എൻ്റെ ഇഷ്ടദേവത മാത്രമാണ് മൂകാംബികമ്മ. അതിനെക്കുറിച്ചുള്ള പറയുന്നത്, നമ്മളെ ഇഷ്ടദേവതയെ വന്നിച്ചില്ലെങ്കിൽ അവർ അനുഗ്രഹം ചിലപ്പോൾ നിന്ന് പോവും, അല്ലെ ഒരു വർഷം പോയില്ല എങ്കിൽ ഒരു വർഷം വരെ നോക്കി നിൽക്കുമെന്നൊക്കെയാണ്. പക്ഷെ കുലപരദേവതയെ ഒരു വർഷത്തിനുള്ളിൽ കണ്ടിട്ടില്ലെങ്കിൽ കോപിച്ച് കളയുമെന്നും പറയുന്നുണ്ട്. അത് രണ്ടും അതിൻ്റെ ആ വാക്കുകളുടെ വ്യത്യാസം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിപ്പോൾ കൈതേരി അമ്പലത്തിൽ പോയില്ല ഒരു വർഷക്കാലം, കോപം ഏറ്റുവാങ്ങേണ്ടി വരും. കിടപ്പിലായിപ്പോയാൽ പിന്നെ ഇല്ല, അത് പോകണം, അത് പിന്നെ അമ്മക്കറിയാലോ. എൻ്റെ പൂർണ്ണ ആരോഗ്യവാനായിരിക്കുമ്പോൾ പോയില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അതേസമയം മൂകാംബികയിൽ പോയില്ലെങ്കിൽ അനുഗ്രഹം കട്ടായി പോവുകയുള്ളൂ. ഓ, നിനക്കിപ്പോൾ എന്നെ വേണ്ടല്ലേ, എന്നാൽ പിന്നെ നീ നിൻ്റെ പണി നോക്കൂ, ഞാൻ എൻ്റെ പണി നോക്കാം എന്ന് പറയും. അത്രമാത്രം. ഒരു വർഷം കാത്തു നോക്കും. അങ്ങനെ അനുഭവമുള്ള ഒരുപാട് പേരെ എനിക്കറിയാം. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടാണ് അവർക്ക് ഇത് മനസ്സിലായത്. ഞാൻ പറഞ്ഞു വേഗം പോയിട്ട് രണ്ടാമതും ആ കണക്ഷൻ പുതുക്കിക്കോ എന്ന് പറഞ്ഞു ഞാൻ. നമ്മളിപ്പോൾ ഈ ഇതിൻ്റെയൊക്കെ പ്രീപെയ്ഡിൻ്റെ ആയാലും മറ്റേ മൊബൈൽ ഫോണ് കട്ടായി പോയി കഴിഞ്ഞാൽ വീണ്ടും അതിനെ ചാർജ് ചെയ്താൽ ശരിയാവുമല്ലോ. അതേപോലെ ചെയ്യാൻ പറഞ്ഞു ഞാൻ. പലർക്കും അത് അറിയില്ലായിരുന്നു. എന്താണെന്നറിയില്ല, 2-3 വർഷമായിട്ട് ഒരു കാര്യം അങ്ങോട്ട് ശരിയാകുന്നില്ല. ഞാൻ പറഞ്ഞു, അല്ല നിങ്ങളിപ്പോൾ മൂകാംബികയിൽ കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കും ഞാൻ. അതെ, എനിക്ക് എന്തോ അങ്ങോട്ട് പോകാൻ പലപ്പോഴും തടസ്സം വരുന്നു. ഞാൻ പറഞ്ഞു, അതിന് ശേഷമല്ലേ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ സാമ്പത്തികമായിട്ട്. ഒന്നാമത് മൂകാംബികമ്മ സാമ്പത്തിൻ്റെ ആളാണല്ലോ. സാമ്പത്തികം ആണല്ലോ, അതാണല്ലോ ഏറ്റവും പ്രധാനമായൊരു സംഗതി തന്നെയല്ലേ. അപ്പോൾ അമ്മയുടെ അടുത്ത് പോകുന്ന ഭക്തന് അമ്മ കൊടുക്കുന്നതും അത് തന്നെയാണല്ലോ, പണം. അത് ഇല്ലെങ്കിൽ പിന്നെ പിണമല്ലേ, അതേത് വ്യക്തിയായാലും. അപ്പോൾ പണം അമ്മ കൊടുക്കും. അതിനെ അവിടെ അമ്മയെ ബന്ധപ്പെട്ടില്ലെങ്കിൽ പിന്നെ ആ പണത്തിൻ്റെ ഒഴുക്കങ്ങ് നിൽക്കും. അതാണ് അതിൻ്റെ ഒരു കാര്യം. ഒരു കോളുണ്ട്. ഹലോ. ഹലോ, എവിടുന്നാണ് വിളിക്കുന്നത്? കണ്ണാടിപ്പറമ്പ്. കണ്ണാടിപ്പറമ്പ്, പറയൂ. പിന്നെ അമിത്. ആ പേരൊന്നും വേണ്ട സാർ, നിങ്ങളിപ്പോൾ ഡേറ്റ് പറയൂ. 21/8/2021. 21/8/2021. അല്ല, 2001 സോറി. 2001. ഓക്കെ. 6:59 PM ജനനം. നക്ഷത്രം ഉത്തരം. ഉത്തരം നക്ഷത്രം. നിങ്ങളുടെ ആരാണ്? എന്റെ മകനാണ്. എന്താണ് മകനെ കുറിച്ച്? ഓന് ഇത് ഇപ്പൊ ഡിഗ്രിയും ഇതെല്ലാം കമ്പ്യൂട്ടറിലും പഠിച്ചിട്ട് സർക്കാർ സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോ ഈ പിന്നെ ഗൾഫിലേക്ക് പോകണം എന്നുള്ളൊരു എന്താ, അപ്പൊ ഇപ്പോഴും പറ്റുമോന്നല്ല നോക്കാനാ. വിസിറ്റിംഗ് വിസ എടുത്തിട്ട് പോയിട്ട് അവിടെ ജോലിക്ക് വേണ്ടി. പിന്നെ രാഹുദശയിൽ ശനിയുടെ അപഹാരമാണ്. ഏറ്റവും മോശപ്പെട്ട സമയം. ആഗ്രഹങ്ങളെല്ലാം വടികുത്തി പിരിയും. പിന്നെ അതിനുള്ള കർമ്മങ്ങൾ ചെയ്തിട്ട് പോകുന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കാം, അത്ര തന്നെ. അത്രമാത്രം സമയം മോശമുണ്ട്. സമയം. പിന്നെ രാഹുവിൽ ശനി എന്ന് പറഞ്ഞാൽ പിന്നെ പറയാനുണ്ടോ?
ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ജ്യോതിഷത്തിൻ്റെ ബാലപാഠം അറിയാമെന്ന്. ഇല്ല, അറിയില്ല. അറിയില്ല. അപ്പോൾ രാഹുവിൽ ശനിയിൽ രാഹു എന്നെല്ലാം പറഞ്ഞാൽ വളരെ മോശം കാലഘട്ടമാണ്. ആ അപ്പോൾ അതിനെ അയാൾക്ക് അങ്ങനെ ഉദ്ദേശമുണ്ടെങ്കിൽ പരിഹാരം ചെയ്തിട്ട് പോകണം. എന്നാ പരിഹാരം അത് നിങ്ങൾ എന്നെ നേരിട്ട് ബന്ധപ്പെടുകയാണ് വേണ്ടത്. ഇല്ല. ഓ അത് അല്ല, പിന്നെ വെച്ചാൽ ഇവന്റെ പേരിൽ മൂകാംബികയിൽ ഒരു നേർച്ച ഉണ്ടായിന്. ഓ അത് കൊടുക്കാൻ സാധിക്കുന്നില്ല. ഇപ്പം നമ്മൾ കൊല്ലത്തിൽ 2-3 പ്രാവശ്യം മൂകാംബി പോകുന്നവരാ. പക്ഷെ ഇപ്പൊ ഈ കൊറോണക്ക് ശേഷം ഇതുവരെ പോകാൻ പറ്റില്ല. അപ്പൊ ഇപ്പം അവിടെ പോണെന്ന് വെച്ചിട്ട് എടുത്തു വെച്ച പൈസ വരെ പല ആവശ്യങ്ങൾക്കും ചെലവായി പോയി. ഇപ്പം ഞാൻ പറഞ്ഞത് ഇപ്പൊ ശരിയായില്ലേ? കറക്റ്റായില്ലേ? ആ ഞാനിപ്പം പറഞ്ഞതല്ലേ ഉള്ളൂ. ആ അത് തന്നെയാണ് അതിൻ്റെ സത്യം. അപ്പോൾ ഞാൻ കൊറോണക്ക് വർഷത്തിൽ 8 തവണ പോയ ആളാണ് ഞാൻ. ഏറ്റവും കൊറോണ കത്തി നിൽക്കുമ്പോൾ സാധാരണ 12ആണ്. തവണ കൊറോണ കത്തി നിൽക്കുന്ന കൊല്ലത്തിൽ 8 പ്രാവശ്യമേ പോകാൻ പറ്റിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, പണമില്ലായിട്ടാണോ നിങ്ങൾ പോകാതിരുന്നത്? പണമില്ലാത്ത ഞാൻ ഒരു ചെറിയ കച്ചവടമൊക്കെ അതെല്ലാം ഈ കൊറോണ കാലത്തെല്ലാം പൊളിഞ്ഞ് അവർ കടയിൽ ഒഴിപ്പിച്ച് വലിയ പ്രശ്നമായി പോയി അല്ലേ? അപ്പൊ പിന്നെ നമ്മളൊരു സ്വത്ത് വിറ്റിട്ട് പോണെന്ന് വെച്ചിട്ട് പൈസ എടുത്ത് വെച്ചാണ്. ഓ അതും അന്നേരം തടസ്സായിട്ട് ആ പൈസ അങ്ങനെ ചെലവായി. അത് ശരി. അങ്ങനെ ഒരു നേർച്ചയുണ്ടായില്ലേ ഇതിന്റെ പേരില്. അപ്പോൾ നിങ്ങൾ അടിയന്തരമായിട്ട് ഒന്ന് തന്നെ ബന്ധപ്പെടുന്നത് നന്നായിരിക്കും. നമുക്കത് എന്താ വേണ്ടത് വെച്ചാൽ ചെയ്യാം. അതിനെക്കുറിച്ച് പറയുകയും പിന്നെ ഇവൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് കർമ്മമൊന്നും ചെയ്യാതെ അങ്ങോട്ട് പോകണ്ട. മാത്രമല്ല അമ്മയെ കാണാതെ പോകുന്നതും അപകടമാണ്. ഇങ്ങനെയുള്ളൊരു സമയത്ത് അമ്മയോട് ഇങ്ങനെ വാക്കും പറഞ്ഞ് അവസാനം ആ വാക്കൊന്നും പാലിക്കാതെ ഉള്ള യാത്ര ഗുണകരമാവില്ല. ഇത് ഞാൻ ഭയപ്പെടുത്തുന്നതല്ല. ഞാൻ വളരെ സത്യാന്തമായിട്ട് മാത്രമേ ഇവിടെ ഇരുന്ന് സംസാരിച്ചിട്ടുള്ളൂ. എന്നെ അതുകൊണ്ടാണ്. അല്ല, പിന്നെ നമ്മള് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്റെ ഒരു മരുവനോട് വന്നിട്ട് പൂജനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ഓർത്ത്. ശരി, കണ്ണാടി പറമ്പെന്ന് വന്നത് മരുമകന്റെ. ഇപ്പൊ നിങ്ങളെ വാട്സപ്പിൽ നമ്മളെ കയ്യിലുണ്ട്. പക്ഷെ ഇപ്പൊ സാമ്പത്തികമായിട്ട് തകർന്നുകൊണ്ടാണ്. ഏതായാലും ഒന്നുകൂടി വരണം. എന്തായാലും ഇപ്പൊ മകനെ ഇപ്പൊ രക്ഷിക്കണ്ടേ? എന്ത് പൈസയുടെ പ്രശ്നം പറഞ്ഞാലും മകനെ നമുക്ക് രക്ഷിച്ചെടുക്കണ്ടേ? മകന്റെ സമയദോഷമുണ്ട്. പിന്നെ മൂകാംബികയിലൊന്ന് പോവുകയും വേണം. അപ്പൊ നിങ്ങൾ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് വിളിക്കൂ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ. ശരി. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ ദേവിയുടെ സത്യം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞു നാവ് വെക്കുമ്പോഴേക്കും വേറൊരാൾ പറയുന്ന കണ്ടില്ലേ? ഇതൊക്കെ തന്നെയാണ് ദേവിയുടെ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത്. ദേവി അത് നിങ്ങളെ ബോധിപ്പിക്കും. ദേവി മറ്റുള്ളവരെ കൊണ്ട് ഇതൊന്നും വെറുതെ പറയുന്നതല്ല. എൻ്റെ ഭക്തനായ എന്തുലാൽ തമാശ പറയുന്നതല്ല, മനസ്സിലായിക്കോളൂ എന്ന് ഉടനെ തന്നെ വേറൊരാളെ കൊണ്ട് വിളിപ്പിക്കുകയാണ്. എല്ലാവർക്കും വിളിക്കാൻ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ കിട്ടിയാലല്ലേ അത് കണക്റ്റ് ആവുള്ളൂ, അത് ശരിയാവുള്ളൂ. അപ്പോൾ നിങ്ങളെ ബോധിപ്പിക്കുകയാണ്. ഇതൊന്നും തമാശ പറയുന്നതല്ല, ഇതൊക്കെ സീരിയസ് ആയിട്ട് പറയുന്നതാണ്. കാരണം ഇപ്പോൾ ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്തവർക്ക് ഇതൊക്കെ ഒരു പൊട്ട വർത്തമാനമായിട്ട് മാത്രമേ കണക്കിലെടുക്കാൻ പറ്റുള്ളൂ. അതങ്ങനെയാണ്. ദൈവിക വിഷയത്തിൽ അനുഭവം വന്നവർക്കും അല്ലെങ്കിൽ ദൈവികതയായിട്ട് ബന്ധപ്പെട്ടവർക്കും മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. മറ്റ് ഒരു വിഭാഗം ആളുകൾക്ക് ഇതൊരു ചിരിക്കാനുള്ളൊരു ഇയാളെന്തൊക്കെയോ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. വായിക്ക് തോന്നിയ കോതൊക്കെ പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തോന്ന് അവിടെ ഇരുന്ന് അയാൾ പറയുന്നൊക്കെ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും. ഉണ്ടാവുന്നല്ല, ഉണ്ട്. അതവിടുന്ന് ഞാനതൊന്നും കണക്കിലെടുക്കില്ല. നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ പാതയല്ലേ, ആ പാതയിലൂടെ സഞ്ചരിക്കുക. പിന്നെ മറ്റുള്ളവരുടെ ഇത് നോക്കാൻ പോയാൽ പാത തെറ്റിപ്പോവും. മറ്റുള്ളവരുടെ വർത്തമാനത്തിന് നമ്മൾ വലിയ പതിവിൽ ഏറെ ഓരോരുത്തരും ജീവിക്കുന്ന അവരുടെ ജീവിതമാണ്. മറ്റൊരാളുടെ ജീവിതം ജീവിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ പോയി. അങ്ങനെയാണ് പലരും ഒന്നുമല്ലാതായി പോകുന്നത്. നമ്മളെ ജീവിതം നയിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മൾ മറ്റൊരാളാകാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പോയി, അത്രയേ ഉള്ളൂ. പിന്നെ
ഈ സമൂഹത്തിൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകണമെന്നൊക്കെ ആഗ്രഹിച്ചാലൊന്നുള്ളൂ. അതൊക്കെ ഒരു അതിമോഹമാണ് മോനെ ദിനേശ എന്ന് പറഞ്ഞ പോലെ ആയിപ്പോവും. മോഹൻലാൽ പറഞ്ഞതുപോലെ അതിമോഹമായിപ്പോവും. അത് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയിട്ട് അങ്ങോട്ട് വലിയ മിടുക്കനായി കളയാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവാം. അതൊക്കെ വെറും വിഡ്ഢിത്തരമാണെന്ന് കാലം അവരെ ബോധിപ്പിക്കും. അങ്ങനെയൊന്നും ഇല്ല. പിന്നെ എന്താണ്, രാവായാൽ നിഴലും കൂടെ പോരില്ലെന്നറിയാമെന്നുള്ള പാട്ട് കേട്ടിട്ടില്ലേ? അപ്പോൾ രാവായാൽ നിഴൽ പോലും അവസാനം കൂടെ ഉണ്ടാവില്ല. അതാണ് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പഠിച്ചത്. അതുകൊണ്ട് മറ്റുള്ളവരെ കണ്ട് കളിക്കുന്നവരൊക്കെ പൊട്ടന്മാരാവുകയുള്ളൂ. സ്വന്തം നിഴൽ പോലും കൂടെ ഉണ്ടാവില്ല, പിന്നെയല്ലേ. അതൊക്കെ പക്ഷെ തിരിച്ചറിയണമെങ്കിൽ കുറച്ചാവും. കുഞ്ഞെ ഇപ്പോൾ ഇതിലപ്പുറവും തോന്നും എന്നോളമായാൽ അടങ്ങും എന്ന് കടമ്മിനിട്ട കവിത എഴുതിയ പോലെയാണ്. കോഴി എന്നുള്ള കവിത. തള്ളക്കോഴി വിളിച്ചു പറഞ്ഞു കൊക്കോ കൊക്കര കൊക്കര കൊക്കോ എന്നും എൻ്റെ ചിറകിൻ്റെ കൂടെ നിന്ന് കൂടാമെന്നുള്ള തോന്നൽ വേണ്ട. നിൻ്റെ കാര്യം നിൻ കാര്യം മാത്രം, എൻ്റെ കാര്യം എൻ കാര്യം മാത്രം. അങ്ങനെയാണ് കോഴിയെ കൊണ്ടാണ് കടമ്മിനിട്ട അത് പറയിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെ കാര്യവും നോക്കുകയുള്ളൂ, അവരവരുടെ കാര്യമേ നോക്കുള്ളൂ. മറ്റുള്ള ആരുള്ളൂ എനിക്കിങ്ങോട്ട് ഉണ്ടാക്കി തരുമെന്നൊന്നും വിചാരിച്ചിട്ട് കളിച്ചേക്കല്ലേ. അതൊക്കെ സ്വയം കുഴിക്കുന്നതിന് സമമാണ്. അതൊക്കെ പറഞ്ഞില്ല എന്ന് വേണ്ട. ജീവിതം പഠിച്ചു വരുത്തൻ്റെ വാക്കുകളാണ്. ശ്രദ്ധിക്കുന്നവർ ശ്രദ്ധിച്ചോളുക. ഒരു കോളുണ്ട്. ഹലോ 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 എവിടെ നിന്നാണ് വിളിക്കുന്നത്? പുതിയ വേണ്ടിയിട്ടാണ്. ആവട്ടെ മാഡം, പറഞ്ഞോളൂ. ഡേറ്റ് പറയൂ. 8/9/99. 1:44 AM. ആയില്ലോ? അതെ അതെ. മോളാണെന്നല്ലേ പറഞ്ഞത്? അതെ മോളാണ്. എന്താണ് മോളെ കൊണ്ട്? മോളെ ജോലിയൊന്നും ശരിയായിട്ടില്ല. ശരി. കല്യാണത്തിന്റെ സമയം പാന്നുള്ളി അറിയാനാണ്. ഓക്കെ. ആയില്യം അറിയാലോ. ആയില്യം അത്ര ഒരു പ്രത്യേക നക്ഷത്രമാണെന്ന് അറിയാലോ. അതെ അതെ. ഇപ്പം നടക്കുന്നത് ശുക്രദശയാണ്. ആ ശുക്രദശയിൽ ഇപ്പം വ്യാഴത്തിൻ്റെ അപഹാരമാണ്. സമയത്തിൻ്റെ നല്ല സമയമാണ്. 7ാം ഭാവാധിപനായ വ്യാഴമാണ്. അപ്പോൾ ഈ വർഷം തന്നെയാണ് വിവാഹത്തിൻ്റെ വർഷം. ഈ വർഷം ഇപ്പം ആലോചന നിലവിലേതെങ്കിലും വന്നിട്ടുണ്ടോ? അന്വേഷിക്കലുണ്ട്. പക്ഷെ കുറച്ച് സാവധാനം അയക്കാൻ ചോദിച്ചിട്ടാ. അത് കുറച്ച് ബുദ്ധിമുട്ടാവും. പിന്നെ നീചശനിയുടെ കാലഘട്ടമാണ് 3 കൊല്ലം. അത് വേണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നതും. അതായത് ഈ വർഷം വിട്ടുകളയരുതെന്നാണ് ഞാൻ പറയുന്നത്. അത് അവളോടും പറയുക. പിന്നെ 3 വർഷം ശനിയുടെ അഷ്ടമാധിപനായ ശനി, നീചത്തിൽ നിൽക്കുന്ന ശനിയുടെ അപഹാരം, അതത്ര ഒട്ടും ഗുണമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് സീരിയസ് ആക്കി കളയൂ. ഈ വർഷം വിചാരിച്ചാൽ നടക്കും. അല്ലേ പിന്നെ നിങ്ങൾ പരിഹാരമൊക്കെ ചെയ്യേണ്ടി വരും. ഈ വർഷമാണെങ്കിൽ ഒന്നും വേണ്ട, അതങ്ങ് നടക്കും. അവൾ സമ്മതിച്ചാൽ മാത്രം മതി. അവളുടെ മനസ്സാണ്, അവളുടെ മൈൻഡ് സെറ്റ് എന്ന് പറയും. ആ മൈൻഡ് സെറ്റിലേക്ക് അവൾ വരട്ടെ. അത് അവളോട് അത് ജോലി ആവും. ജോലി ആയിക്കോട്ടു. അതിന് വലിയ പ്രയാസം വരില്ല. ജോലി ആവും. പക്ഷെ ഈ സമയം കടന്ന കല്യാണത്തിന് അത്ര ഉത്തമ സമയം കുറവാണ്. ജോലി പിന്നെ ശരിയാവും. അത് അവളോട് പറയൂ, ഞാനിങ്ങനെ പറഞ്ഞു തന്നു. അത് പിന്നെ അങ്ങനെ ജോലി ഇപ്പം വേണ്ട എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനും ഇല്ല, ചെറുപ്പക്കാരിയും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കല്യാണത്തിൻ്റെ പയ്യനോട് പറഞ്ഞാൽ പയ്യനും അങ്ങനെയുള്ള പിന്നെ പഴഞ്ചൻ ചെറുപ്പക്കാരൊക്കെ വളരെ കുറവല്ലേ ഇപ്പം. പഴയ ചിന്താഗതിയൊക്കെ ഭാര്യയ്ക്ക് ജോലി വേണ്ട എന്നൊക്കെ പറയുന്ന ചെറുപ്പക്കാരൊക്കെ ഇപ്പം ഇല്ലെന്ന് തന്നെ പറയാം. പുതിയ കാലഘട്ടത്തിൽ രണ്ടുപേരും ജോലിയെടുത്ത് ജീവിക്കുക എന്നുള്ളതല്ലേ ഇപ്പോഴത്തെ പുതിയ ന്യൂജൻ വൈബ്. എല്ലാം വൈബാണല്ലോ. അപ്പോൾ അത് നമ്മൾ തന്ത വൈബായി പോയി. ന്യൂജൻ വൈബ് അങ്ങനെയല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ വൈബിൽ
അവനോട് പറഞ്ഞാൽ മതിയല്ലോ, ജോലിക്ക് വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്, എനിക്ക് ജോലി വേണമെന്നുള്ള. അത് പിന്നെ ഒരു കല്യാണം കഴിഞ്ഞാലും ജോലിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പം വിവാഹം നടന്നില്ലെങ്കിൽ 2-3 വർഷം വല്ലാത്തൊരു പ്രശ്നമുണ്ട്. അങ്ങനെയുള്ള സമയത്ത് വിവാഹം നടത്തി കഴിഞ്ഞാൽ അതും വേറെ പ്രയാസങ്ങൾ. പിന്നെ ഒരു സുഖമില്ലാത്ത സമയത്ത് ഏതെങ്കിലും ഒരു വീട്ടിൽ കയറി ചെന്ന് പിന്നെ അമ്മായിയമ്മയായിട്ട് ഉടക്കി അല്ലെങ്കിൽ അയാളുമായിട്ട് ഉടക്കി, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഈ സമയം നല്ലതാണ്, അതല്ലേ? നിങ്ങളെ മകളുടെ മുഖത്തെല്ലാം ഒരു ഉദിച്ച പോലെ കാണുന്നില്ലേ? നല്ല ഇങ്ങനെ തിളങ്ങുന്ന കാണുന്നില്ലേ പെൺകുട്ടി? ഇല്ലേ? ഇല്ലെന്ന് പറയാൻ പറ്റുമോ? നല്ല തിളക്കല്ലേ? ആ ഗ്ലോ ഞാൻ പറയുന്നത് ഗ്ലോ എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ. ആ ചൈതന്യം നിങ്ങളുടെ മകളുടെ മുഖത്ത് ഇപ്പോൾ കാണാൻ പറ്റും. അതെങ്ങനെയാണ്? അതെന്തുകൊണ്ടാണ്? നേരത്തെ ഇതേ പ്രായമുള്ളൊരു പെൺകുട്ടിയോടല്ലേ ഞാൻ അത് തടിയെല്ലാം പിന്നെ ശരിയാകും എന്ന് പറഞ്ഞിട്ട് അവളെ ആശ്വസിപ്പിക്കുന്നതാണോ നിങ്ങൾ? എന്നാൽ ഞാൻ ഇതിനെ ഈ കുട്ടിയെ കൊണ്ട് അങ്ങനെ പറയുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെയാണ് സത്യമായ വാക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഉദിപ്പിനങ്ങോട്ട് കല്യാണം നടക്കണം. അത് അവൾ മനസ്സിൽ അങ്ങോട്ട് വെച്ച് അവൾ കേൾക്കുന്നുണ്ടോ എൻ്റെ വർത്തമാനം? അപ്പോൾ അവളെ ഒന്ന് യൂട്യൂബിലൊന്ന് ഞാൻ അവളെ കൊണ്ട് പറഞ്ഞത് ഒന്ന് കേൾക്കാൻ വേണ്ടി പറയൂ. അതായത് ഏതാണ്ട് 9 പരിപാടി തീരാൻ നോക്കുമ്പം പറഞ്ഞ കോള് മാത്രം കേട്ടാൽ മതിയല്ലോ. യൂട്യൂബിൽ കയറിയിട്ട് എൻ്റെ പരിപാടിയിൽ അവളെ കൊണ്ട് ഞാൻ എന്ത് പറഞ്ഞു എന്ന് അവളോട് കേൾക്കാൻ പറയൂ. കണ്ണൂർ വിഷൻ ജ്യോതിഷം എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിൽ എൻ്റെ ഈ പ്രോഗ്രാം നാളെ കയറ്റും ഇവർ. അപ്പോൾ നാളെ അവൾക്ക് കാണാം യൂട്യൂബിൽ. അങ്ങനെ ആ യൂട്യൂബിൽ ആ അവസാനത്തെ 10 മിനിറ്റ് അവൾ എനിക്ക് വേണ്ടി ചിലവഴിച്ചാൽ, എനിക്ക് വേണ്ടിയല്ല അവൾക്ക് വേണ്ടി ചിലവഴിച്ചാൽ അത് എന്താണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവളുടെ മൈൻഡ് സെറ്റ് ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ ദേവിയുടെ ആളല്ലേ. ഞാൻ പറഞ്ഞാൽ അങ്ങനെ കുട്ടികളെ ഉള്ളിലൊരു ഇത് വരും, ഇതൊക്കെ എങ്ങനെയാണ് ഇയാൾ പറയുന്നത് എന്നൊക്കെ അവൾക്ക് തന്നെ തോന്നും. അപ്പോൾ ഞാൻ പറയുന്നു ജോലി ശരിയാവും, അത് ഉറപ്പാണ്. ചിലപ്പോൾ ഈ വർഷം തന്നെ ജോലി ശരിയാവും, അതല്ല. പക്ഷേ മറ്റേതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് തിരിച്ചും മറിച്ചും മാറ്റാൻ കഴിയില്ല വാക്കുകൾ. നിങ്ങളെ മകൾക്ക് ജോലി ഉറപ്പായിട്ട് കിട്ടും. ഫ്യൂച്ചറുള്ള പെൺകുട്ടി തന്നെയാണ്. പണ്ടാര പറഞ്ഞാൽ ഫുട്ടാരെ ഫ്യൂച്ചർ. ചൊവ്വയും പിന്നെ ശനിയൊന്നും ഇവിടെ ദൈവം സഹായിച്ചൊന്നുമില്ല. അതൊന്നും അതിനെ കുറിച്ചൊന്നും വെറുതെ വേണ്ടാതെ വർത്തമാനമൊന്നും പറഞ്ഞിട്ട് ഇല്ലാതെ എവിടെയെങ്കിലും ആർക്കൊക്കെ നിൽക്കണ്ടേ. അതെന്ത് ചൊവ്വാദോഷമൊന്നും ഏതായാലും ഇല്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് അവളോട് പറയൂ. ഓക്കെ, ദേവി രക്ഷിക്കും. അത് വേണമെങ്കിൽ ഒന്ന് തന്നെ വിളിക്കാൻ പറയൂ. അപ്പോൾ അല്ലെങ്കിൽ നേരിട്ട് കാണാൻ പറയൂ. അതിനോട്ട് കൂടി ധൈര്യം തനിയെ വന്നോളൂ. അത് നിങ്ങൾ വിളിച്ച് ബന്ധപ്പെടും അങ്ങനെ വേണമെങ്കിൽ. ഓക്കെ. അപ്പോൾ നമ്മൾ ഏതായാലും മൂകാംബികമ്മയുടെ രഥോത്സവം അടുത്ത ശനിയാഴ്ചയാണ്. ഭക്തന്മാരെ ഞാൻ ആ കാര്യം പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളും കാത്തിരിക്കുകയാണ്. ദേവിയുടെ സഹായമുണ്ടെങ്കിൽ നടയിൽ കാണാം. ഏതായാലും ഇന്ന് ഒന്നും പറഞ്ഞില്ല എന്ന് പറയേണ്ട. ശനിയുടെ ദോഷങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇടവൻ രാശിയെ കൊണ്ടാണ് പറഞ്ഞത്. ഇപ്പം മിഥുനൻ രാശിക്കാർക്കാണ്. മിഥുനൻ രാശിക്കാർക്ക് ഒരു ശ്രദ്ധിക്കേണ്ട ഒരു പീരീഡാണ്. ചാരവശാലുള്ള ദോഷങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ചെറിയ രൂപത്തിലേ ബാധിക്കുള്ളൂ. എങ്കിലും കണ്ടകശനി 10ാം ഭാവത്തിൽ വീഴുന്നു. തൊഴിൽ മാറുന്നതിലൊക്കെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു ഘട്ടമാണ് മിഥുനൻ രാശിക്കാർക്ക്. വെറുതെ ആലോചിക്കാതെയുള്ള എടുത്തുചാട്ട നിമിത്തം പലവിധ കുഴപ്പങ്ങളും വന്നു ചേരുമെന്നാണ് അവരുടെ ഫലം. ഇപ്പോൾ ഈ എന്തൊരു കാര്യത്തിനും ഈ ശനിയും ഏരശനിയും കണ്ടകശനിയൊക്കെ വരുന്ന സമയത്ത്, പ്രത്യേകിച്ചിട്ടും അതിൽ ജന്മശനിയും 10ാം ഭാവത്തിലെ കണ്ടകശനിയും, അതാണ് ഞാൻ ഇന്ന് വരെ ശ്രദ്ധിച്ചതിൽ ഏറ്റവും കൂടുതൽ. പിന്നെ 7ാം ഭാവത്തിലെ കണ്ടകശനിയും കുഴപ്പക്കാരൻ തന്നെയാണ്. എങ്കിൽ കൂടിയും കൂടുതലും ദോഷം ചെയ്യുന്ന ആൾക്കാരാണ് ജന്മശനിയിൽ അപകടം പോലെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. മറ്റേ 10ാം ഭാവത്തിലെ കണ്ടകശനിയിൽ അതിനേക്കാൾ ഉപരിയായിട്ടുള്ള വേറെ ചില ദോഷങ്ങൾ, അതായത് തൊഴിൽ പരമായിട്ടും ധനപരമായിട്ടും മറ്റൊക്കെ പല പ്രശ്നങ്ങളും വരിക. പിന്നെ ഹൃദ്രോഗമുള്ളവർ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ അത് ചില വ്യക്തികളെ
പിന്നെ കൃത്യമായിട്ട് അതിൻ്റെ മരുന്നൊന്നും കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ വ്യായാമം ഡോക്ടർമാർ പറഞ്ഞതൊന്നും അനുസരിക്കാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അത് പറയാതിരിക്കാൻ പറ്റില്ല. 10ാം ഭാവത്തിലെ കണ്ടകശനി ആരൊക്കെയാണ്? തിരുവാതിര, മകയിരത്തിൻ്റെ പകുതി, പുണർത്തിൻ്റെ മുക്കാൽ, ഇവർക്കാണത്. അതിൽ പുണർതംകാർ പൊതുവെ കുറച്ച് ഭയം കൂടിയ ആൾക്കാരും കൂടിയാണ്. ഭയം എന്ന് പറഞ്ഞാൽ രോഗഭയം. അതുകൊണ്ട് അവർ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പേടിച്ചു പോകുന്നു വേണ്ട. ഇന്ദുലാൽ പറഞ്ഞിന് എൻ്റെ കാര്യം പോക്കാന്നൊന്നും വിചാരിച്ചേക്കല്ല, അങ്ങനെയൊന്നും ചിന്തിച്ചേക്കല്ല. പക്ഷേ ഒന്ന് പിന്നെ ഇപ്പം പിന്നെ ആർക്ക് എന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പം 14 വയസ്സുള്ള കുട്ടി പോലും കഴിഞ്ഞ് 2 ആഴ്ച മുമ്പേ പിന്നെ അറ്റാക്ക് വന്ന് മരിച്ചു പോയില്ലേ. കാർഡിയാക്ക് അറസ്റ്റ്, അതാണ് അറ്റാക്കല്ല, കാർഡിയാക്ക് അറസ്റ്റാണ്. അറ്റാക്കാണെങ്കിൽ നമുക്ക് ഒരു ആശുപത്രിയിലെത്തിക്കാൻ സമയം കിട്ടും. കാർഡിയാക്ക് അറസ്റ്റിന് സ്പോട്ടിൽ തന്നെ മരണമാണ് ആരായാലും. അപ്പോൾ അറസ്റ്റാണ് ആ കുട്ടി. ഒരു 14 വയസ്സുള്ള കുട്ടിക്കൊക്കെ അറസ്റ്റ് വരിക എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് അത്ഭുതം. അപ്പോൾ അതുകൊണ്ട് അത് ഇപ്പം പ്രായമുള്ളവർ മാത്രമൊന്നുമല്ല, എല്ലാവരും ആ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കുക. നടക്കുമ്പോൾ കിതപ്പോ അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഡോക്ടറെ, ഏത് പ്രായക്കാരനും പോയി കാണാം. അതിലക്കാര്യത്തിൽ പണ്ടായിപ്പോയി ഇത് പ്രായമുള്ളവരെ മാത്രം രോഗമായിട്ട് ഹൃദ്രോഗം കണക്ക് കൂട്ടിയത് പണ്ടായിപ്പോയി. ഇപ്പോൾ അത് മാറി. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഈ കൂറുകാർ പിന്നെ വിദേശയാത്രക്കൊക്കെ വെറുതെ പണം കൊടുത്തിട്ട് കയ്യിൽ നിന്ന് പോകരുത്. ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ വിസക്കൊക്കെ പണം കൊടുക്കാൻ പാടുള്ളൂ. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കൊള്ളുക. ഏതായാലും നമ്മുടെ സമയം ഇന്നിവിടെ തീരുകയാണ്. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടവർക്കും എന്നെ നേരിൽ ബുക്ക് ചെയ്ത് വന്ന് കാണാം. അല്ലാത്തവർക്ക് ഓൺലൈനിൽ പൈസ അയച്ചുകൊണ്ട്, ഈ ഗൂഗിൾ പേ വഴി ദക്ഷിണ അയച്ചുകൊണ്ട്, വാട്സാപ്പിൽ ഡേറ്റും ടൈമും അയച്ചു കഴിഞ്ഞാൽ അങ്ങനെയും ഫലം അറിയാം. എല്ലാം നിങ്ങളുടെ തീരുമാനമാണ്. താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ 2 തരത്തിലും എൻ്റെ സേവനം ലഭ്യമാണ്. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത് നിങ്ങൾക്ക് നന്ദി പറയുന്നു. നമസ്കാരം.